ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ബാക്ക് ഗാർഡൻ്റെ ഒരു വീഡിയോയാണ്. ഒരു 3 മിനിറ്റ് നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൂക്കളും ചെടികളും ഒക്കെ കാണാം കേട്ടോ. ഇതാണ് പിങ്ക് സോറൽ. ഇത് ഉച്ചയാകുമ്പോൾ നല്ല വെട്ടമുള്ളപ്പോൾ നല്ല വിടർന്ന് വരും. വൈകുന്നേരം ആകുമ്പോഴത്തേന് കൂമ്പി അടയും. പിന്നെ ഇതേ ഫ്ലവേഴ്സ് തന്നെ പിറ്റേ ദിവസവും വിടരുന്നതാണ്. പിന്നെ കാണുന്നത് ഇതാണ് കലൻഡ്യൂള. നമ്മുടെ നാട്ടിലെ സൂര്യകാന്തി അല്ലെ സൺഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ചെടിയാണ്. ഇതുണ്ട്, ഞാൻ ഒരെണ്ണം സൂം ചെയ്ത് കാണിക്കാം. ഇതിന് മിഡിൽ പല കളറിൽ വരുന്നുണ്ട് കേട്ടോ. ചിലതിന് മഞ്ഞ മാത്രം, ചിലത് ഇച്ചിരി ഒരു ഡാർക്ക് കളർ. ഇത് ഈ ഏരിയ മൊത്തം ഞാനത് തന്നെ നട്ടുപിടിപ്പിച്ചേക്കുവാണേ. പിന്നെ ഇവിടെ കുറേ വെജിറ്റബിൾ, ബീട്രൂട്ടും പൊട്ടാറ്റോയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ബ്ലാക്ക് കറണ്ടാണേ. ഇതിനകത്ത് ഇതുണ്ട് ബ്ലാക്ക് കറണ്ട് ഉണ്ടായി കിടക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ നല്ല റെഡ് ചീരയൊക്കെ ഉണ്ട്. ഇത് ചീരയുടെ ഇടയ്ക്ക് കൂടെ ഉണ്ടായി വന്നേക്കുന്നത് പാൻസി ചെടികളാണ് കേട്ടോ. ഇതിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, ഭീകരൻ അല്ലേ. പിന്നെ ഇവിടെ ഒരു നാരകമുണ്ട്. നാരകത്തെ മൊത്തം നാരകത്തിൻ്റെ പൂ ഉണ്ടായിട്ടുണ്ട്. നാരങ്ങ അങ്ങുണ്ടായി വരുന്നില്ല. പിന്നെ ഇത് റോസാണ്. ഒരു കുഞ്ഞു റോസിൽ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ടേ. ഉണ്ട്, ഇതിൻ്റെ മദർ പ്ലാന്റ് അപ്പുറത്തുണ്ടോ, അത് നിറയെ പൂക്കളായിട്ടുണ്ട്. ഈ കാണുന്ന ചെടി കണ്ട് നമുക്ക് നാട്ടിലൊക്കെ നല്ല സുപരിചിതമായ ചെമ്പകമില്ലേ, ആ ചെമ്പകത്തിൻ്റെ പൂവിനോട് സാദൃശ്യമുള്ളൊരു പൂവാണ്. പക്ഷേ ഇതിൻ്റെ പേര് ഫ്രീസിയ എന്നാണ്. ഇതൊരു ചെറിയ കുറ്റി പോലുള്ള ചെടിയിൽ നിന്നുണ്ടായി വരുന്നതാണ്, കിഴങ്ങിൽ നിന്നുണ്ടാകുന്നതാണ്. ചെമ്പകം നല്ല മരമല്ലേ. ഇത് നല്ല ഹാങ്ങിങ് പ്ലാന്റായിട്ട് വെക്കാവുന്ന ഡ്രൊസാന്തിമം എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് നിറയെ പൂക്കൾ വിടർന്ന് വരും ഉച്ചയാകുമ്പം. പിന്നെ പൂക്കൾ കണ്ടോ, നല്ല നാട്ടിലെ ജമന്തിപ്പൂവോ അങ്ങനെ എന്തോ ഒരു പൂവില്ലേ, അതിനോട് സാമ്യമുള്ളതാണ്. പിന്നെ ഇവിടെ ഞാൻ ഈ ചെറിയ റോസസ്സാണ് വെച്ചേക്കുന്നത്. അതൊക്കെ വിടർന്ന് വരുന്നതേ ഉള്ളൂ. ഇത് ഇങ്ങനെയുള്ള കുഞ്ഞു റോസസ്. ഇത് ഈ ഏരിയ മൊത്തം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇലകൾക്ക് എന്തോ ഒരു ഫംഗസ് ബാധിച്ചിട്ടുണ്ട്. പൂക്കൾ വിടർന്ന് വരുന്നേ ഉള്ളൂ. പാൻസി ചെടിയുടെ ഒരു കുറ്റിയായിട്ട് നിൽക്കുന്ന ചെടിയാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ടാവുമേ. ഇതാണ് പോപ്പി. ഈ പൂ ഒരു ദിവസം നിൽക്കുകയുള്ളൂ, വൈകുന്നേരം ആകുമ്പോൾ ഇത് പൂവേ. ഈ നിൽക്കുന്നതെല്ലാം പൂ പൊഴിഞ്ഞു പോയ സീഡ്സാണ്. ഇനി ഇതാണ് നമ്മുടെ റോസസ്, മൾട്ടി കളേർഡ് റോസസ് ആണേ. മൾട്ടി കളേർഡ് പെറ്റൽസാണ്. ഇത് നിറയെ പൂക്കളുണ്ട് കേട്ടോ. കേട്ടോ, ഈ ഏരിയ നിറയെ ഉണ്ട്. ഈ വർഷമാണ് ഇതിൽ ഏറ്റവും പൂവുണ്ടായത്. ഇത് ഞാൻ പിറ്റൂണിയ നട്ടതേ ഉള്ളൂ, കുറച്ച് പൂക്കളുണ്ടായി വരുന്നേ ഉള്ളൂ. ഇനി ഇതുണ്ടാകും, നിറയെ പൂക്കളുണ്ടാകുന്ന ചെടിയാണേ. ഇത് നല്ല പർപ്പിൾ പൂവുണ്ടാകുന്ന ഐറിസ് ചെടിയാണ്, പക്ഷേ പൂ ഉണ്ടാകുന്നതേ ഉള്ളൂ. ഇത് കലൻഡ്യൂള ചട്ടിയിലുണ്ട്. ഈ നിൽക്കുന്നതാണ് ലെവൻഡർ. ഇതിൻ്റെ പൂക്കൾക്കും ഇലകൾക്കൊക്കെ നല്ല മണമാട്ടോ. ഇത് ഓറഞ്ച് റോസാണ്.